നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ചേർത്തല അരൂർ ദേശീയപാത റോഡിലാണ്. ഈ റോഡിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. മുഴുവൻ വെള്ളക്കെട്ടാണ്. എത്ര നാളുകളായി ഈ ഒരു ദേശീയപാത ദുരന്തം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ പാതാളക്കുഴി. കുഴി വലുതാണ്, ജീവൻ വിലപ്പെട്ടതും. ഇങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സത്യത്തിൽ ഓരോ യാത്രക്കാരും അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കാണെങ്കിലും പോകാനായി വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വലിയ ചെളിക്കെട്ട്, കുഴമ്പ് രൂപത്തിലുള്ള ചെളിക്കെട്ട്, ഇരുവശങ്ങളിലും വെള്ളക്കെട്ട്. അങ്ങനെയാണ് ആയിരങ്ങൾ ഈ ഒരു റോഡിലൂടെ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ജില്ലയുടെ അത്രയും നീളത്തിൽ പടിഞ്ഞാറൻ തീരത്തു കൂടി കടന്നു പോകുന്ന ദേശീയപാതയുടെ നവീകരണം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നാൽ ഇവിടെ ഈ റോഡ് പണി മൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും അപകടങ്ങളും പരിഹരിക്കുമെന്നത് ഇത് തുടങ്ങിയത് മുതൽ വലിയ രീതിയിൽ ഉയരുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ഈ ഗതാഗത കുരുക്കും ഈ വെള്ളക്കെട്ടും ഒക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടണമെന്നുള്ളത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഇവിടുത്തെ എംപിമാർ ചെലുത്തിയിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഈ വെള്ളക്കെട്ടും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇനി മഴയില്ലാതെ വെയിൽ വന്നാലുള്ള ഒരു അവസ്ഥ മുഴുവൻ പൊടിയാണ്. പൊടിയടിച്ച് ഈ ഭാഗത്തു കൂടി കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന 12.75 കിലോമീറ്റർ ഭാഗത്ത് പാതയുടെ ഇരുവശങ്ങളിലും വെള്ളക്കെട്ടും കുഴമ്പ് രൂപത്തിൽ ചെളിയും നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗങ്ങൾ വെയിലേറ്റ് കഴിഞ്ഞാൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പൊടിയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല അരൂർ, ചന്തിരൂർ, കുത്തിയതോട്, പാട്ടുകുളങ്ങര, തുറവൂർ ഭാഗങ്ങളിൽ ദേശീയപാതയ്ക്ക് ഇരുവശവും അതിരൂക്ഷമായ പൊടിശല്യം മൂലം പാതയോരത്ത് താമസിക്കുന്നവർ, യാത്രക്കാരും ഒക്കെ വളരെ കഷ്ടപ്പാടിലാണ്. മാത്രമല്ല അപകടങ്ങളും വലിയ രീതിയിൽ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇരുചക്ര വാഹന യാത്രക്കാരിൽ റോഡിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. പാത നവീകരണത്തിന്റെ ഭാഗമായി നിരത്തിയ മെറ്റലും മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കുന്നതും. മാത്രമല്ല അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് രാത്രിയിൽ അടുത്തെത്തുമ്പോൾ മാത്രമേ കാണാൻ കഴിയൂ. ആവശ്യത്തിന് സൂചനാ ബോർഡുകളും വെളിച്ചവും റോഡിൽ ഇല്ല. അത് ഉറപ്പാക്കണമെന്ന ആവശ്യവും വരുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം റിപ്പോർട്ടർ അനുശ്രീയും കൂടെ ചേരുകയാണ്. അനുശ്രീ, എങ്ങനെയുണ്ട് ഈ ഒരു യാത്ര? ബോട്ടിറക്കിയ പുഴയിലേക്ക് കൂടി പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പൊ റോഡിൽ മൊത്തം ഉള്ളത്. എന്താ പറയാ, ഫുൾ ചെളി കെട്ടി കിടക്കാണ്. ഇപ്പൊ നടന്നു പോകുന്ന ആൾക്കാർക്കാണെങ്കിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ബസ്സൊക്കെ നമ്മൾ പോകുന്ന കണ്ടില്ലേ, ഈ കുഴിയില് ഇറങ്ങി കയറി അങ്ങ് പോവുക. നേരത്തെ ഒരു ബൈക്ക് പോകുന്നതുകൊണ്ട് അവര് വീഴാതിരുന്നത് എന്തോ അവരുടെ ഭാഗ്യം കൊണ്ട് വീഴാതിരുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇത്തരം ഒരു ട്രിപ്പ് മൂടാണ് ഇതുവഴി പോകുമ്പോൾ. ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ പറ്റിയ റോഡാണ് ഇപ്പൊ ഇത്. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴികളും ഗർത്തങ്ങളും. കാരണം നമുക്ക് ഇവിടെ വാഹനം ഒതുക്കി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി ഇതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാവും, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇരുന്നത്. ഇത് കുറെ ആളുകൾ വാർത്തയായിട്ട് അധികൃതരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരം അവരാരും കണ്ടെത്തില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ അവർ ആരും അനുഭവിക്കുന്നില്ല. അതേ ആ ഒരു വെയിറ്റിംഗ് ഷെഡിലൊന്നും നിൽക്കാൻ പറ്റില്ല. വലിയ വെള്ളക്കെട്ടാണ്, കുഴികളാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം ദുരിതമാണ് ഇവിടുത്തെ ആളുകളൊക്കെ അനുഭവിച്ചു പോരുന്നത് എന്നുള്ളതാണ്. എന്നാണ് ഇതിനൊരു മാറ്റം വരാൻ പോകുന്നത്? എന്നാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് യാത്രാ സൗകര്യവും അപകടങ്ങൾ ഒഴിവാക്കലും ഒക്കെ കൃത്യമായി നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനിയും വിദൂരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ക്യാമറാമാൻ സാഹസികമായ ഒക്കെയാണ് ഈ ഒരു രാജീവായപ്പറമ്പ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു ജനങ്ങളുടെ ഈ ഒരു ഗതികേട്, ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ. അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ അത് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാതെ എങ്ങനെയെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ രാജീവ് ആയാപ്രഭിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ, അനുശ്രീ.